നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ് ഐ എം മേഘ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് പട്ടുപാവാട ഓടണ്ട. ഇതിന് മുമ്പ് ഞാൻ ഷെയർ ചെയ്തത് പട്ടു ഓട ഡ്രസ് ഒറ്റ പീസ് ആയിട്ടുള്ളതായിരുന്നു. ബട്ട് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് പ്രോപ്പർ പട്ടുപാവാട ടോപ്പും സ്കർട്ടും വെവ്വേറെ ആയിട്ടുള്ളത്. ആൻഡ് പട്ടുപാവാട ഡ്രസ്സ് / ഗൗൺ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് കളർഫുൾ ആയിട്ടുള്ള പട്ടിന്റെ ഉടുപ്പുകളല്ലേ. ബട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നതാണ് പ്രോപ്പർ കസവായിട്ടുള്ള പട്ടുപാവാട സ്പെഷ്യലി ഫോർ അവർ ഓണം. യെസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഞാൻ മേടിച്ചത് മീഷോ നിന്നാണ്. അതാണ്ട് ഒട്ടുക്കത്ത അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ആൻഡ് ഒന്നിൽ മേലെ ഒന്നതുകൊണ്ട് ബോധകളാൻ റെഡി ആയേക്കാം. അപ്പൊ നേരെ വേഗം നമുക്ക് വേഗത്തിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ച് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കിട്ടിയേക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ളത്. ജസ്റ്റ് കളർ ചേഞ്ച് നമുക്ക് വന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ബ്ലൂ, ബട്ട് നമുക്ക് വന്നതാണ് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ. അത് നല്ല അടിപൊളി ഇടിവെട്ട് പച്ച ഗ്രീൻ ഉണ്ടാവും, തത്തപ്പച്ച ടൈപ്പ് അതുപോലത്തെ നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ. അതല്ല ഫ്ലൂറോസൻ ഗ്രീൻ അല്ല, ബട്ട് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഹൈലൈറ്റർ പെൻ ഉണ്ടാവില്ല അതുപോലത്തെ. പക്ഷെ ഇത് ഇടുമ്പോൾ നല്ല രസമുണ്ട് കൈസ്. എന്ന് വെച്ചാൽ നമ്മൾ വളരെ ഇങ്ങനെ തിളങ്ങി നിൽക്കണ ഒരു അവസ്ഥ. അതുകൊണ്ട് കളർ ചേഞ്ചിൽ ഞാൻ അത്രയും ഒന്നും പറയണില്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ഓർഡർ ചെയ്ത ആ കളറിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ഇതിടുമ്പോൾ പ്രത്യേക ഒരു എന്താ പറയുക ഐശ്വര്യം ഉണ്ട് കേട്ടോ സൈസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ്. ആൻഡ് നിങ്ങൾ ചോദിക്കും ഇതിന് വല്ല സ്ലീവ്സ് ഉണ്ട്. ഞാൻ ഒട്ടും അറിഞ്ഞില്ല കേട്ടോ സ്ലീവ്സ് ഉള്ള കാര്യം. സ്ലീവ്സ് ഉണ്ട് ഗൈസ്. സോ യെസ്, പേടിച്ചോടണ്ട. സ്ലീവ്ലെസ് ഇടാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്ത് നല്ലൊരു അടിപൊളി സ്ലീവ്സ് ഇതിലേക്ക് തയ്പ്പിക്കാന്നുള്ളൂ. സോ സ്ലീവ്സ് ഉണ്ട്. ആക്ച്വലി ഇട്ടപ്പോൾ എനിക്കത് ഫീലേ വന്നില്ല. അതുപോലെ സ്ലീവ്സ് ഇതിനകത്ത് പതുങ്ങിയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കേർട്ട്, യെസ്, അമേസിങ് സ്കേർട്ടാണ്. ഈ ഒരു കഥകളി പ്രിന്റ് ആയിട്ടുള്ള ഈ ഒരു സ്കേർട്ട് എവിടെ പോയി ഒളിഞ്ഞിരുന്നു. ഈ ഒരു കഥകളി പ്രിന്റ് ആയിട്ടുള്ളതാണ്. ആൻഡ് അതിൻ്റെ ചുറ്റും കുറേ കുഞ്ഞു കുഞ്ഞു കഥകളീസ് ഉണ്ട്. ലുക്ക് ഇതുപോലെ കേട്ടാ. ആൻഡ് പുറകേലും നമുക്കൊരു കഥകളി ഉണ്ട് ഇതേനാ കണ്ട. അപ്പം മുമ്പിലും പുറകേലും ഇങ്ങനെ കഥകളി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു എന്താ ടിഷ്യൂ സെറ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ടിഷ്യൂവിൻ്റെ കസവ്. ആൻഡ് അറ്റത്ത് ബോർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബോർഡർ പ്ലസ് അതേ ബ്ലൗസിൻ്റെ അതേ കളറായിട്ടുള്ള ഒരു പീസും കൂടെ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ ഇട്ടാ അത് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ട വേസ്റ്റ് ലൈൻ ഇതുപോലെ ഗോൾഡൻ ബോർഡർ ആണ്. അതെന്താ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൗസ് കംപ്ലീറ്റ്ലി സിമ്പിളാണ്, മനസ്സിലായി. അപ്പോൾ ഈ ബ്ലൗസ് എൻ്റെ അവിടെ ഈ പാവട സ്റ്റാർട്ട് ആവുമല്ലോ. അപ്പോൾ ആ ഒരു ബോർഡർ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് ബ്ലൗസിൻ്റെ ആണോ അത് പാവടയുടെ ആണോ എന്നുള്ളത് പെട്ടെന്ന് അറിയൂല. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നല്ലൊരു പീസാ ഗൈസ്. ആണ് ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പാവാടയുടെ മാത്രം ടോപ്പിനെ എനിക്ക് പ്രത്യേകിച്ച് പിടിച്ചില്ല. കാരണം ഇത് എത്രയായിരുന്നു 40 സൈസ്. ഇത് ഫ്രീ സൈസാണ് ഗൈസ്. ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഫ്രീ സൈസ് 40 സൈസ് എന്നാണുള്ളതാണ് ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അത് 42 ആകാം. ഇത് സ്റ്റിച്ച് ചെയ്തേക്കണം കേട്ടോ, ഹുക്കല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ മുകളിൽ നിന്നാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ അഴിച്ച് ഹുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അഴിച്ചിട്ട് അതിനെ എന്താ പറയുക സിബ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. നല്ല ഫിറ്റിംഗിന് ഈ ഒരു സെറ്റിന്റെ റേറ്റ് ആണ് 854. ഓക്കെ, അപ്പോൾ ലൈനിങ്ങിന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഈ ഒരു സ്കേർട്ടിന്റെ അടിയിൽ ഈ ഒരു ക്രീം കളറിന്റെ ലൈനിങ് ആണ്. ഈ ഒരു ഡസ്റ്റി റോസ് കളറിന്റെ ബ്രൊക്കേഡ് പീസ് ആയിട്ടുള്ള ഈ ഒരു പട്ടുപാവാട ടോപ്പ്. ആൻഡ് അതിന്റെ ഒപ്പം ഉണ്ട് ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ലാത്ത, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്ത് കൂടെ നോക്കിക്കോ, ടിഷ്യൂ ആയിട്ടുള്ള ഈ ഒരു സ്കേർട്ട് ഇട്ട അറ്റത്ത് ഇങ്ങനെ ഗോൾഡൻ ബോർഡർ ഉണ്ട്. ആൻഡ് വേസ്റ്റ് ലൈനുമേ ബോർഡർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ കാണിക്കണം, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്തേക്കണം. ജസ്റ്റ് നമ്മൾ ഷേപ്പ് ചെയ്താൽ മതി, ഓൾട്ടർ ചെയ്താൽ മാത്രം മതി. ബാക്കി ചിലതിനൊക്കെ നമ്മുടെ കറക്റ്റ് സൈസും കൂടെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരുന്നതാണ്. വെയിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കേർട്ട് വള്ളിയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ്ലി സ്റ്റിച്ചാണ്. ആൻഡ് ഈ ഒരു സ്കേർട്ടിൻ്റെ അകത്തും ലൈനിങ് ഉണ്ട്. അങ്ങനെ നിഴലടിക്കുന്ന സീനായിട്ടുള്ള ലൈനിങ് ഒന്നും അല്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ ഒരു പൂഫി ലുക്ക് കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്കേർട്ട് ഇടാം. ലാർജ് പോയി. ഓക്കെ, ഇതിനകത്ത് 2 സൈസേ ഉള്ളൂ ഗൈസ്, ലാർജും എക്സ്ട്രാ ലാർജും. അപ്പോൾ ലാർജാണ് ഞാൻ മേടിച്ചത്. എന്നാൽ എനിക്ക് ഭയങ്കര ഓവറായിട്ട് തോറയായിട്ട് തോന്നില്ല. കയ്യൊക്കെ എനിക്ക് കറക്റ്റായിട്ടാട്ടോ വന്നേക്കണത്. ഷേപ്പ് ഞാൻ എന്താ പറയുക കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങളെ കാണിക്കണത്. ക്ലിപ്പ് അപ്പുറപ്പുറമൊക്കെ കുത്തിയിട്ട് സ്വൈരം കിടത്തണ പോലത്തെ സ്റ്റിഫായിട്ടുള്ളതല്ല, കണ്ട കുഴഞ്ഞ് കിടക്കണതാണ്. ഭയങ്കര മനസ്സിലായി. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പട്ടുപാവാട എങ്ങനെയായിരിക്കും ഇടുമോ അത് തന്നെ അടിപൊളി. കാരണം പട്ടുപാവാടയിലായാൽ പോലും ആ ടോപ്പ് എനിക്ക് ക്രോപ്പ്ഡ് അല്ല, ബട്ട് വേസ്റ്റ് ലൈൻ്റെ നമ്മുടെ നേവൽ ലെങ്ത് പൊക്കൽ ലെങ്ത് ഉണ്ടാവില്ലേ, അതാവുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ നല്ല എലോങ്കേറ്റഡ്, നല്ല ഹൈറ്റ് ആൻഡ് നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. പട്ടുപാവാട ഇടുമ്പോൾ നല്ല ക്യൂട്ട് ലുക്ക്. ഇടാനായിട്ട് നമുക്ക് സിബോ ഹുക്കോ ഒന്നുമില്ല, ഡയറക്റ്റ് ഇതേ കണ്ട ജസ്റ്റ് ഒരു പക്ക ടോപ്പാണ്. ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടെ ഇതിന് ഇടാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് ഒരു കാര്യം, കാരണം ഞാൻ നിങ്ങളെ ലൂസായിട്ടാണ് കാണിക്കണത്. ബാക്കി അറിഞ്ഞുകൂടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യാം എന്നുള്ളത് കേട്ടോ. കാരണം ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്പ് ആയി. ഇതിൻ്റെ മെറ്റീരിയലാണ് ഷിഫോൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഷിഫോൺ ആണ്. റേറ്റ് ആണ് 1230. സോ നെക്സ്റ്റ് ഞാൻ കുറച്ച് ടിഷ്യൂന്ന് മാറിയിട്ട് നമുക്ക് വീണ്ടും ടിഷ്യൂലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഉണ്ട് ഈ ഒരു
ചെക്സ് ആയിട്ടുള്ള ഈ ഒരു പട്ടുപാവാട ടോപ്പ് ആൻഡ് സ്കേർട്ട്. ഓ മൈ ഗോഡ്, ഇതിന്റെ സ്കേർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെയിം ആണ് സംഭവം, പക്ഷെ അതിന്റെ ഫിറ്റിങ്ങും ഫ്ലോവും അടിപൊളിയാണ് ഗൈസ്. സോ ഇതാണ് നിങ്ങൾക്ക് അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ക്രോപ്പ് ആയിട്ടിരിക്കണായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഇട്ടാ സൈസ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിമിന്നലും മൈ ഗോഡ്. എനിക്കിവിടെ ഷോക്ക് അടിക്കും, കാരണം സകല ലൈറ്റുകളും എല്ലാം ഓണായി കിടക്കാം. ഞാനിവിടെ ഒറ്റയടിക്ക് തന്തൂരി ആവും തോന്നുന്നുണ്ട്. ഇത് അതിന്റെ സ്ഥാനത്ത് ഈ ഒരു ബോർഡർ മാത്രം ഇവിടെ കൈ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടെ. ഇതിനെ റിമൂവ് ചെയ്തിട്ട് ഈ ഒരു എന്താ പറയാ, ഈ ഒരു പട്ടിനെ എടുത്തും കൊണ്ട് ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. പക്ഷെ ആ സമയത്ത് നമുക്ക് അതേ ഇത് വേണോ അല്ലെ വീതി വരണോ അല്ലെ എനിക്ക് അറിയില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഗൈസ്. കാരണം ഇതിനകത്ത് അഴിക്കാനുള്ള സംഭവമില്ല. നല്ലൊരു പ്രിൻസസി വൈബ്, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഫ്ലോ ആയിട്ട് കിടക്കുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ആ ഒരു തുണിയല്ല, മനസ്സിലായി, ഇതൊരു നെറ്റല്ല ഓർഗാൻസ തുണിയാണെന്ന്. ഓഫ് വൈറ്റ് കളറിന്റെ ഐവറി കളറിന്റെ ഉണ്ട്. ഇതിന്റെ ലാർജ് എക്സൽ 3 സൈസ് ആണ് കേട്ടോ. ഞാനത് ലാർജ് സൈസാണ് മേടിച്ചത്. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റിന്റെ റേറ്റ് ആണ് 960. ഇത്രയും കസവ് കാണിച്ച് കുറച്ച് മടുക്കണ്ട, ഒരു ബ്രേക്ക് എടുക്കാം. എന്നാൽ വളരെ സിമ്പിൾ ആൻഡ് വളരെ എസ്തെറ്റിക്, എന്താ പറയാ, വിൻറ്റേജ് ലുക്കില്ല അതുപോലത്തെ രീതിയിലായിട്ടുള്ളവരാണ്. അതാണ് ഈ ഒരു ബ്ലാക്ക്. ഓ മൈ ഗോഡ്, വേണമെങ്കിൽ പറയാം ഗൈസ്, ഈ ഫുൾ ഹോളിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ സിമ്പിൾ ആയിട്ടുള്ള സെറ്റ് തന്നെയാണ് കേട്ടോ. സോ അതാണ് ഈ ഒരു ബ്ലാക്ക് കളറിന്റെ ടോപ്പ്, വി നെക്കാണ് ആൻഡ് പഫി സ്ലീവ് ആണ്. ആൻഡ് ബാക്കിൽ ഇതേ അത്യാവശ്യം എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് ഡീപ്പല്ല, എന്നാൽ പോലും വേണ്ട, ഈ വള്ളിക്ക് എന്താ പറയുക ഒരു ബഹുമാനം കൊടുക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ട്. ആൻഡ് അഗെയിൻ ഹുക്ക് നമുക്ക് ഇതിനകത്ത് ഊരാൻ പറ്റില്ല, സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം. വേണമെങ്കിൽ നമുക്ക് ഊരി ഹുക്കൊക്കെ പിടിപ്പിക്കാം കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്കേർട്ട് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ളതാണ്. ഈ ഒരു ഓഫ് വൈറ്റിനകത്ത് ഈ ഒരു ഗോൾഡൻ പോൾക്ക ഡോട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇത് സൂപ്പർ പീസാണ്, സൂപ്പർ സെറ്റാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ഒരു വൈറ്റ് കളറിന്റെ ലൈനിങ് ഉണ്ട് ആൻഡ് നല്ലൊരു പീസാണ് ഗൈസ്, ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈസ് ഫ്രീ സൈസ് ആണ്, അതുകൊണ്ട് എനിക്ക് ലൂസ് ആയിരുന്നു. ഫ്രീ സൈസ് എന്ന് പറയുന്നതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നുമില്ല 40 ആണ് എന്തായാലും 40 അല്ലാന്ന് തോന്നുന്നു, 38 അങ്ങനത്തെ ഒരു സൈസാ തോന്നണം. കാരണം ഭയങ്കരമായിട്ട് ലൂസും ഇല്ല, എന്നാൽ ലൂസ് ആണെന്താനും അങ്ങനെ ആയിട്ടുള്ള രീതിയാണ് കേട്ടോ. നിങ്ങൾക്ക് അഴിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. യെസ്, അഴിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു സെറ്റിനകത്ത് നമുക്ക് വേറെ അത്യാവശ്യം കളേഴ്സ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഏതാണെന്ന് ചോദിച്ചാൽ നോക്കി ആർത്തിപ്പതിന്റെ റേറ്റ് ആണ് 804. ഓക്കെ, അപ്പൊ ഇത്രയും ഗോൾഡ് കണ്ണടിച്ച് പോയി കാണല്ലോ. അപ്പൊ കുറച്ച് റെസ്റ്റിന് വേണ്ടി ഇനി നമുക്ക് സിൽവറിലോട്ട് കിടക്കാം. അപ്പൊ സിൽവറിലാണ് നമ്മുടെ അടുത്ത് ഈ ഒരു ടിഷ്യൂ സിൽവർ സ്കേർട്ട്. സോ ഇതിന്റെ ബോർഡർ നോക്കിക്കോ, കറക്റ്റ് സിൽവർ ആയിട്ടുള്ളതാണ് കേട്ടോ. സിൽവറിന്റെ ബോർഡർ ഉണ്ട് ആൻഡ് ടോപ്പ് കാണിക്കാം, എന്നിട്ട് തിരിച്ചിലേക്ക് വരാം. സോ ടോപ്പാണ് നമ്മുടെ അടുത്ത് ഇവിടെ ഈ ഒരു ഗ്രീൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, നെക്ക് ലൈനും ഒക്കെ വർക്ക് ഉണ്ട്. സോ അതുപോലത്തെ ഒരു അമേസിംഗ് പീസാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ഓക്കെ, ആൻഡ് കയ്യുമേം വർക്ക് ഉണ്ട്, ആൻഡ് കയ്യിന്റെ പുറകിലും ഉണ്ട്. പക്ഷെ ടോപ്പിന്റെ പുറകിൽ നഹി ഹേ, അത് നല്ലൊരു കാര്യം. ഒരിടത്ത് ചാരി ഇരിക്കുമ്പോൾ സംഭവം കുത്തിക്കൊള്ളില്ല കേട്ടോ. ഇതിനകത്ത് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. ഞാൻ ലാർജ് ആണ് മേടിച്ചതിട്ട് ഇതിനകത്ത്, ആൻഡ് ലൂജ് ആണ്. എനിക്ക് സെറ്റിന്റെ റേറ്റ് ആണ് 1229, 1229. Let's go back to the gold one. അപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ അഗൈൻ ഉണ്ട് ഒരു പിങ്ക്, പക്ഷെ ഇതൊരു ഇടിവെട്ട് പിങ്ക് ആണ്. ലെങ്ത് ഒട്ടും പിടിച്ചില്ല, എന്ത് ലെങ്താ നോക്ക് ഗൈസ്. ഹിപ്പ് ലെങ്ത് ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അങ്ങനത്തെ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ മടക്കി വെച്ച് ക്രോപ്പ് ചെയ്താണ് കാണിക്കുന്നത്, ടക്കിൻ ചെയ്തിട്ടാ പറയാ. ക്രോപ്പ് ചെയ്താലേ ആ ഒരു ഭംഗി വരൂ, എന്നാൽ മാത്രമേ ആ ഒരു ലുക്ക് വരുള്ളൂ. പുട്ടുകെതർ തോന്നണ്ടേ, അപ്പൊ അതിന് വേണ്ടി അതിനകത്ത് പേരിന് വേണ്ടി അവരിവിടെ വള്ളി കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും വള്ളിക്ക് വേണ്ട പോലെ ഡെപ്ത് ഒന്നും കഴുത്തിന് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ടോപ്പാണ് ആൻഡ് പഫി സ്ലീവ് ആയിട്ടുള്ളത്. അതിനകത്ത് വേറെ കളേഴ്സ് ഉണ്ട്, അത് നോക്കാം. ഇതെനിക്ക് ഓക്കേഷ് ആയിട്ട് തോന്നിയത് ഈ ഒരു കളർ ഇട്ട. യെസ്, അപ്പൊ ഇതിനകത്തുള്ള സ്കേർട്ട് കാണിക്കാൻ മറന്നു, സോറി. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ടിഷ്യൂ സ്കേർട്ട് ആണ്. ഈ ഒരു ഗോൾഡൻ ടിഷ്യൂ സ്കേർട്ട്, ഗോൾഡൻ ഇവിടെ വേസ്റ്റ് ലൈൻ ഉണ്ട് ആൻഡ് ഇവിടെ അഗൈൻ ഗോൾഡൻ ആയിട്ടുള്ള. ഇതിനകത്ത് ഞാൻ മേടിച്ച സൈസ് മീഡിയം ആണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് വരണുണ്ട്. ബട്ട് ഇതിനകത്തൊരു സ്മോളും ഉണ്ട് ഗൈസ്, ലാർജ് ഉണ്ട്, എക്സൽ ഉണ്ട്. ഓ മൈ ഗോഡ്, ഐ എം ഇംപ്രസ്ഡ്. ഇതിനകത്ത് വേറെ കളേഴ്സും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓണത്തിന് തയ്പ്പിക്കാനോ അങ്ങനത്തെ ഒരു സീൻ ഇല്ല, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും നോക്കട്ടെ, ഈ ഒരു ലാസ്റ്റത്തെ ഓപ്ഷൻ. ബിക്കോസ് ഇതിനകത്താണ് കറക്റ്റ് ആയിട്ടുള്ള സൈസ് ഉള്ളത്, നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ട ഒന്നും വരില്ല. ഓ, വേറൊരു സംഭവം കൂടെ ഉണ്ട് ഗൈസ്. ഈ ഒരു ഫോട്ടോയിനകത്ത് നോക്കിയാൽ ഒരു പാവാടയിൽ വരെ പിങ്ക് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറ്റിക്കപ്പെട്ടു, എനിക്ക് അങ്ങനെ ഒരു മണ്ണാങ്കട്ടയും അവർ തന്നിട്ടില്ല. അതിന്റെ പകരം ഈ ഒരു വെള്ള സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവർ അടിച്ച് നമ്മളെ ഏൽപ്പിച്ചു. ഇതിന്റെ റേറ്റ് ആണ് 753. സോ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പട്ടുപാട സെറ്റുകളുടെ കോഡ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ മറന്നെങ്കിൽ ഓർമ്മിപ്പിച്ചേക്കണം.
ബട്ട് ഏത് പട്ടോടെ സെറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലെറ്റ് മി നോ ഇൻ ദ കമന്റ്സ്. യെസ്, ഇത്തവണയും മമ്മിയാണ് നമ്മളെ രക്ഷിച്ചേക്കുന്നത്. ഇത്ര അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് തപ്പി പിടിച്ചെടുക്കാൻ കുറച്ചൊന്നും അല്ലായിരുന്നു പാട് ഗൈസ്. കാരണം മീഷോയിൽ നിന്ന് ഇതുപോലത്തെ പട്ടുപാവാട അതും റെഡിമെയ്ഡ് ആയിട്ടുള്ളത് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമല്ലായിരുന്നു. ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനില്ലെങ്കിൽ വെരി ബാഡ് ഗൈസ്. വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ബ്ലോഗ് ചാനലിനെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവിടെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം ഓണം അടുത്തോണ്ടിരിക്കും തോറും നമ്മളുടെ ഡെലിവറി കൈകളിൽ എത്തണത് നടക്കാണ്ടായി ഇപ്പം. അപ്പം അതുകൊണ്ട് വേഗം തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർ മേടിച്ചിട്ട് ഓണത്തിന് റോൾ അടിച്ചോട്ടെ. ഇന്നത്തെ വീഡിയോ ഞാൻ പറയപ്പെടും പേരാണ് പ്രാർത്ഥന. താങ്ക് യു സോ മച്ച് പ്രാർത്ഥന ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇതുപോലെ നിങ്ങൾ ഒരു സബ്സ്ക്രൈബറിന്റെ പേര് വരാൻ പോണ വീഡിയോയിൽ ഞാൻ ഫ്ലാഷ് ചെയ്യും. നിങ്ങൾ ചാനൽ വേഗം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ പോയിട്ട് കമന്റ് ചെയ്യുക. മേഘ പർപ്പിൾ ഹാർട്ട് കൊണ്ട് നിങ്ങളുടെ full name എഴുതാം. അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാൻ ചേച്ചേക്കരൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. ബൈ.